എங்கே തുടി തുയിലുറങ്ങു മാറി എൻ്റെ മലർമഞ്ഞും എங்கே ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വേട്ടക്കാരൻ വ്ളോഗ്. ഇറ്റ്സ് മീ യുവർ വൺ ആൻഡ് ഓൺലി ഫേവറേറ്റ് വേട്ടക്കാരൻ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. അപ്പോൾ ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മളിന്ന് മേടിച്ച കാർ അൺബോക്സ് ചെയ്യാൻ പോകണം. സോ അധികം വൈകാതെ ലെറ്റ്സ് ഗോ. സോ ഗൈസ്, നമ്മുടെ കയ്യിൽ ഇന്നിരിക്കുന്ന സാധനത്തിൻ്റെ പേരാണ് BMW M3 GT2. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആർക്കും മനസ്സിലായില്ല. അതിനെക്കുറിച്ച് പറയണമെങ്കിൽ ഇതിൻ്റെ ഒരു റിലേറ്റീവ് കസിനായിട്ടൊരു കാറിനെ കുറിച്ച് പറയണം. സോ അതിനൊന്ന് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. The year was 2000. Porsche was dominating the American Le Mans series with its 911 GT3R. Even BMW's M3 looked like a toy in front of it. So BMW said, enough. Time to make Porsche cry. The result, the legendary BMW M3 GT-R, a track monster built just to destroy Porsche. But there was a twist. Le Mans rules required every race car to have a street legal version. BMW made just 10 fake street units. Completely different engine, structure, and weight, just to tick the box. They didn't sell them either. They handed them out to collectors and partners quietly. In 2001, BMW's M3 GT-R crushed the competition, winning 6 out of 8 races. Porsche couldn't handle the heat and filed a complaint. The FIA banned the GT-R, but BMW didn't care. They just said, we proved we're the best. We don't need to race anymore. And that same blue-silver beast became the most legendary car in NFS Most Wanted. അപ്പോൾ റേസിംഗ് ഹിസ്റ്ററിയിൽ തന്നെ വലിയൊരു റേസിംഗ് പെഡിഗ്രി ഉള്ളൊരു സാധനമാണ് BMW. അത് കാരണം അവർ ബാൻ ചെയ്യപ്പെട്ട ഒരു കാറും കൂടെയാണ് നമ്മുടെ ഈ കാണുന്ന M3 GT-R. അപ്പോൾ അതിനുശേഷം അത് നമ്മുടെ നീഡ് ഫോർ സ്പീഡ് ഗെയിമിലൊക്കെ നല്ല പക്കയായിട്ട് കയറി വന്നൊരു സാധനമാണ്. സോ അതിനുശേഷം കുറച്ച് കാലത്തിന് ശേഷം അവർ ഈ കാർ ക്രിയേറ്റ് ചെയ്യാണ് M3 GT2. ഈ സാധനം റീപ്ലേസ് ചെയ്ത് വന്നാണ് M3 GT-Rന് പകരം. പക്ഷേ വന്നത് അതേപോലെ തന്നെ നീഡ് ഫോർ സ്പീഡ് 2004 ഗെയിമിൽ ഇത് വരികയും ചെയ്തു. അതേപോലെ തന്നെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത് പോർഷനൊക്കെ ബീറ്റ് ചെയ്താണ് ഈ സാധനം. അപ്പോൾ അതാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന M3 GT2. സോ ലെറ്റ്സ് അൺബോക്സ് ഇറ്റ്. ഇതിൻ്റെ ഒപ്പം വരുന്ന സാധനങ്ങൾ ഒരു ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു ചെറിയൊരു റിമോട്ട്. നെക്സ്റ്റ് നമ്മുടെ കാർ വരുന്നുണ്ട്. രക്ഷയിലോട്ടോ സെറ്റ് സാധനം കേട്ടോ, റേസിംഗ് സ്പെക്കിലാണല്ലോ. പിന്നെ എന്തെങ്കിലും നോക്കാം. പിന്നെ അടുത്തത് നമ്മുടെ ഇൻസ്ട്രക്ഷൻ മാനുവൽ, കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഉള്ള സംഭവം കൊടുത്തിട്ടുണ്ട്. ഇനി യൂസേജും കാര്യങ്ങളൊക്കെ അത് നമുക്ക് വലിയ ആവശ്യമൊന്നുമില്ല, ഓടിച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാം. Batteries until remove these batteries when it's not used. Okay, long period of time. പോട്ടെ, നമുക്ക് സാധനങ്ങൾ വരാം. ഓക്കെ, ഇതൊക്കെ സാധനങ്ങൾ എൻ്റെ കയ്യിൽ കുറേ ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ ഇതിൻ്റെ നമ്മുടെ RCൻ്റെ LCൻ്റെ സ്ക്രൂ ഡ്രൈവറാണ് സ്റ്റാർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇൻ കേസ് ഇത് പറ്റിയില്ലെങ്കിൽ നമ്മളൊരു ഇത്തരമുള്ള വണ്ടികൾക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് സ്ക്രൂ ഡ്രൈവർ സെറ്റ് തന്നെ മേടിച്ച് വെച്ചിട്ടുണ്ട്. സോ നോക്കാം. ഈ ഒരു റിമോട്ട് ജസ്റ്റ് ഒരു മിനിമം സെറ്റപ്പിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ നെയിലുണ്ടെങ്കിൽ നമുക്ക് നൈസായിട്ട് അപ്പോൾ ഇതിന് പറ്റി നമുക്ക് ഓൾറെഡി നമ്മുടെ LCൻ്റെ ബാറ്ററി ബാലൻസിൽ കൊടുത്തിട്ടുണ്ട്. റിമോട്ട് കഴിഞ്ഞപ്പോൾ തന്നെ സംഭവം ഓണായിട്ടുണ്ട്. റെഡ് ലൈറ്റ് ഇൻഡിക്കേറ്റർ ഉണ്ട്. നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ഫ്രണ്ട് ഫോർവേഡ് ബാക്ക് ലെഫ്റ്റ് റൈറ്റ് ഇത്ര മാത്രമേ ഓപ്ഷൻസ് ഉള്ളൂ. നമുക്ക് കാർ എടുത്ത് നോക്കാം. ഇതൊന്ന് പിടിച്ച് തിരിച്ചാൽ ഊരിപ്പോയി ഞാൻ തരാം. ഇത്രേ ഉള്ളൂ കേട്ടോ, നിസ്സാര പരിപാടിയേ ഉള്ളൂ. നമ്മുടെ കാറ് കേട്ടോ. ഇതാണ് നമ്മുടെ കാറിൻ്റെ അടിവശം, ഉണ്ടല്ലേ അടിവശം. ഇതിൻ്റെ അവിടെ ഒരു ബാറ്ററി സ്ലോട്ട് ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ടിൽ ജയറോ കൊടുത്തിട്ടുണ്ട്. ഒരു 360 അല്ല 180 ഡിഗ്രിയിൽ ജയറോ ഉണ്ട്. നമ്മുടെ കാറിൻ്റെ ടയറൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. മൊത്തത്തിൽ കാർ അടിപൊളിയാണ്. കാറിന് 3 ബാറ്ററിയുടെ ഉള്ള സ്ലോട്ടാണ് കൊടുത്തത്. നമുക്കതും കൂടെ ഇട്ട് നോക്കാം.
അപ്പോൾ നമ്മുടെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കുള്ള ടക്ക് ടക്ക് എന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ഫോർവേഡ് ബാക്ക് ഈ 4 ഓപ്ഷൻസാണ് ഈ കാറിൽ കൊടുത്തിട്ടുള്ളൂ. മിനിമലായിട്ടുള്ളൊരു എന്താ പറയുക ടോയ് ഗ്രേഡ് ഐറ്റമാണ്. പക്ഷേ ഇതിനി കളക്ടേഴ്സ് സെറ്റപ്പിൽ സെഗ്മെൻറ്റിൽ നോക്കുവാണെങ്കിൽ നമുക്ക് RC അല്ലെങ്കിൽ ഡൈകാസ്റ്റ് കളക്ഷനിൽ കളക്ട് ചെയ്ത് വെക്കാവുന്ന നല്ലൊരു അടിപൊളി ഒരു പീസും കൂടെയാണ് ഈ കാറ്. സോ ഞാനിതിപ്പോൾ എന്തായാലും ഇടയ്ക്ക് എൻ്റെ കളക്ഷനിലായിട്ട് ആഡ് ചെയ്യുകയാണ്. BMW M3 GT2 കൂടിയായി. അപ്പോൾ എനിക്കിത് RC ആയിട്ട് യൂസ് ചെയ്യാം, ഇനി നമുക്ക് കളക്ഷനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിതെന്തായാലും കളക്ഷനിൽ വയ്ക്കുകയാണ്. പിന്നെ എനിക്ക് തോന്നുന്ന സമയത്ത് എനിക്ക് RC ആയിട്ട് എടുത്ത് കളിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഒരു സെഗ്മെൻറ്റിൽ ഞാനിത് കയറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ഇത് ജസ്റ്റ് ഒരു ടോയ് ഗ്രേഡ് കാറാണ് കേട്ടോ. അപ്പോൾ ഇതിലും അടിപൊളി കാറുകളൊക്കെ നമ്മൾ ഇറക്കിയിട്ടുണ്ട് കുറേയൊക്കെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനത്തെ 2 യൂസ് ഉണ്ട്. അപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാർ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ ഇതുപോലത്തുള്ള കാർ റിലേറ്റഡ് വീഡിയോസും ടോയ് ഐറ്റംസിനെ കുറിച്ചുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനൽ ഉടനെ വരുന്നതാണ്. പുതിയൊരു വലിയ പ്രോജക്റ്റോടെ നമുക്ക് വരുന്നുണ്ട് സൂൺ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, till then it's your one and only favorite വേട്ടക്കാരൻ. See you at the next video. Bye.